ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇവിടെ നാട്ടിലാണുള്ളത്. 12 ദിവസമായി വന്നിട്ട്. അപ്പം ഇവിടെ നിന്നുള്ള റെസിപ്പികളും കുക്കിംഗ് ഒക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇനി കാണാൻ പോകുന്നതും ഒക്കെ. അതിനിടയ്ക്ക് ഞങ്ങളൊന്ന് വയനാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ജോയുടെ തറവാട് വയനാട്ടിലാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ ആൻറ്റിയുടെ അടുത്ത് പോയി. ആൻറ്റിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഉണ്ട് അവരുടെ പറമ്പ് നിറച്ചിങ്ങനെ മത്തനുണ്ടായിരുന്നു. അപ്പോൾ മത്തൻ്റെ ഇലയും മത്തങ്ങയൊക്കെ കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റിയുടെ അടുത്തുനിന്ന് ഞങ്ങൾ കുറച്ച് ഞാൻ കുറച്ച് മത്തനിലയും മത്തങ്ങയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. ഈ മത്തനെല്ല തോരൻ എന്നൊക്കെ പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ആണ്. എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ, നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഒരുപാട് പോഷകഗുണങ്ങളുള്ള ഒരു തോരനാണ് ഈ മത്തനില കൊണ്ടുള്ള തോരൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മത്തനില കൊണ്ടുള്ള തോരനാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആൻറ്റി എനിക്ക് വേണ്ടിയിട്ട് മത്തനില മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. മത്തനിലയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കൂടെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമ്മൾ ഓരോ തണ്ടായിട്ട് എടുക്കുക, എന്നിട്ട് ഇലയും തണ്ടൊക്കെ എങ്ങനെയാണ് വൃത്തിയാക്കുന്നതെന്ന് കാണിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ കാണുന്ന ഒരു നാര് പോലെ ഇങ്ങനെ വളഞ്ഞ് വിളഞ്ഞ് കിടക്കുന്ന ഒരു സംഭവം കാണുന്നില്ലേ, അത് നമ്മൾ കൈകൊണ്ട് ഒടിച്ച് കളയുക. അത് നമ്മൾ എടുക്കുന്നില്ല, തോരനകത്തൊന്നും അതൊന്നും ഇടാറില്ല. ഇലയും തണ്ടും മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം എടുത്തു കളയുക, ഒടിച്ച് കളയുക. അങ്ങനെ ഒടിച്ച് കളഞ്ഞ ശേഷം നമ്മൾ നാരുണ്ടാവും തണ്ടിൽ, കാരണം കുറച്ച് വണ്ണമുള്ള തണ്ടാണല്ലോ. അതുകൊണ്ട് തണ്ടെടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വേഗം നല്ലതാണ്. അപ്പോൾ അതിനകത്ത് നാര് കളയണം. അപ്പോൾ തണ്ടിനകത്ത് നാര് കളയുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം ഞാൻ. അതുപോലെ തന്നെ ഇലയുടെ നാരും കളയണം. ഇലയുടെ കണ്ടില്ലേ, ഈ ഒരു സ്ഥലത്ത് അതിൻ്റെ ഒരു നാര് പോലെ ഉണ്ടാവും. അത് നമ്മൾ കൈ കൊണ്ടോ അല്ലെങ്കിൽ കത്തി കൊണ്ടോ വലിച്ച് കളയുകയാണെങ്കിൽ പിന്നെ അരിഞ്ഞ് കഴിയുമ്പോൾ നല്ല നാരൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് വെന്ത് നല്ല തോരനായി കിട്ടും. അപ്പോൾ ആദ്യം നമുക്ക് തണ്ടിലേത് കളയാം. തണ്ട് കത്തി കൊണ്ട് വേണമെങ്കിൽ ഒന്ന് ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ നാര് പോരും കേട്ടോ. ഞാൻ ഇങ്ങനെയൊന്ന് കാണിക്കാം. ജസ്റ്റ് ആ മേലെ ഭാഗം ഒന്ന് പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ ആ നാരിങ്ങ് പോരും. കണ്ടോ, ഇതുപോലെ നമ്മൾ തണ്ടിനകത്തുള്ള എല്ലാ നാരും റിമൂവ് ചെയ്യുക. അപ്പം നാര് വലിച്ച് കളഞ്ഞിട്ട് വേണം അരിയാൻ, അല്ലെങ്കിൽ അരിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കട്ടി ഉണ്ടാവും. അരിയുമ്പോൾ തന്നെ ഒരു വേകാതെ കിടക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കളഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ കിട്ടുന്നില്ലെങ്കിൽ ഇത് കണ്ടോ, ഇതുപോലെ കത്തി വെച്ചിട്ട് ഒന്ന് ചിരണ്ടി കൊടുത്താൽ മതി. അപ്പം ആ മുകളിലുള്ള അതൊന്ന് മാറിക്കിട്ടും. ഇനി നമുക്ക് തണ്ട് തനിയെയും ഇല തനിയായിട്ട് മുറിച്ച് മാറ്റിയെടുക്കാം. എന്നിട്ട് വേണം ഇലയുടെ നാര് എടുത്തു കളയാൻ വേണ്ടിയിട്ട്. ഇലയുടെ നാര് എടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം, ഇല കീറിപ്പോകാതെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് പതുക്കെ മുകളിലായിട്ട് മാത്രം പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കണ്ടോ നാര് കിട്ടുന്നുണ്ട്. ഇതുപോലെ ഇലയുടെ നാരെല്ലാം റിമൂവ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇലയും തണ്ടും കൂടെ അരിഞ്ഞെടുക്കണം. ആദ്യം ഞാൻ തണ്ടാണ് അരിയുന്നത്. അപ്പം ഒരു 5-6 തണ്ടൊക്കെ ഒരുമിച്ച് കൂട്ടി പിടിച്ചിട്ട് അരിയാം, അല്ലെങ്കിൽ ഒരുപാട് എടുത്തിട്ടുണ്ടെങ്കിൽ അരിയാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഒരു 5-6 ഒരുമിച്ച് പിടിച്ചിട്ട് ചെറുതായിട്ട് അരിയുക. ഒത്തിരി വലുതായിട്ട് അരിയാതെ ചെറുതായിട്ട് കുനുകുനാന്ന് അരിയുകയാണെങ്കിലാണ് തോരൻ ഏറ്റവും നല്ലത്. ഈ ഒരു രീതിയിൽ തണ്ടരിഞ്ഞ ശേഷം ഇല എങ്ങനെയാണ് അരിയുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി ഇല എങ്ങനെയാണ് അരിയുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഒരു 3-4 ഇല മുകളിലായിട്ട് അടുക്കിയെടുക്കുക. എന്നിട്ട് അതൊന്ന് ചുരുട്ടി പിടിക്കണം. ഏകദേശം 4 ഇലയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ചുരുട്ടി പിടിക്കുമ്പോൾ അത്യാവശ്യം ഉണ്ടാവും. അതുകൊണ്ട് 4 ഇലയൊക്കെ എടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മടക്കി, അല്ലെങ്കിൽ ചുരുട്ടി എങ്ങനെയാണെങ്കിലും സൗകര്യത്തിന് മടക്കി പിടിക്കുക. എന്നിട്ട് കൊത്തി അരിയണം. അല്ലെങ്കിൽ നമ്മൾ നേരെ അരിയുകയാണെങ്കിൽ അരിയുമ്പോൾ കുഞ്ഞായിട്ട് അരിഞ്ഞാൽ പോലും നീളത്തിൽ വരും ഇല, അതായത് വലിയ ഇലയാണല്ലോ. അതുകൊണ്ട് ഒന്ന് കൊത്തി അരിയുക. ഒന്ന് കൊത്തി കൊടുത്തിട്ട് അരിയാണെങ്കിൽ ചെറിയ ചെറിയ ഇലകളായിട്ട് വീഴും, അപ്പം നല്ലതായിരിക്കും. അപ്പം ഇങ്ങനെ അരിഞ്ഞെടുക്കാം നമുക്ക്. ഇനി നമുക്ക് തോരന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒതുക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് ഒരു കഷ്ണം വലിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. ഒരു 7-8 അല്ലി വെളുത്തുള്ളി നമ്മൾ എടുക്കുക ഇതിലേക്ക് ഒതുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരിമുളകോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ വീട്ടിൽ കാന്താരിമുളക് ഉള്ളതുകൊണ്ട് കാന്താരിമുളകാണ് ഞാൻ ഇതിലൂടെ അരയ്ക്കുന്നത്. ഞാനൊരു 10-12 കാന്താരിമുളക് എടുത്തിട്ടുണ്ട്.
അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ചുള്ള പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരി മുളകോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ മിക്സിയിൽ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ആദ്യം മുളകും ഉള്ളിയൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇടാൻ നോക്കുക. അതിന് മുകളിലായിട്ട് തേങ്ങ ഇടുക. അപ്പോൾ ഉള്ളി മുളകൊക്കെ അരയും ചെയ്യും, തേങ്ങ ഒരുപാട് അരയുമില്ല. അങ്ങനെ ഒരുപാട് അരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തോരന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. തേങ്ങ ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇത്ര അരഞ്ഞാൽ മതി. ഇതാണ് ഇലയും തണ്ടും കൂടെ അരിഞ്ഞു വെച്ചേക്കുന്നത്. 2 പ്ലേറ്റിലുണ്ട്. പക്ഷേ തോരനായി കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഒതുങ്ങി കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാട്ടോ ഒഴിക്കുന്നത്. ഏകദേശം ഒരു 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കണം. കുറച്ച് കടുകിട്ട് കൊടുക്കുകയാണ്. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മത്തനിലയും തണ്ടും കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേർക്കാൻ പോവാണ്. കടുക് പൊട്ടിയ ഉടനെ നമ്മൾ ഇട്ട് കൊടുക്കാം. കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തേങ്ങ ഒതുക്കി വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പുനീരോടെ ചേർത്ത് കൊടുക്കുക. ഉപ്പുനീരോ പൊടിയോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഉപ്പുനീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. കാരണം നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, അതുപോലെ തേങ്ങ മിക്സ് ആക്കിയിട്ടില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടിമുതലൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് മൂടി വെച്ച് വേവിക്കാം നമുക്ക്. ഇപ്പം തന്നെ ഇലയൊക്കെ നന്നായിട്ടൊന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കാം. അതുവരെ വേവട്ടെ. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഏകദേശം 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. വീണ്ടും ഒരു 3 മിനിറ്റ് കൂടെ മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഏകദേശം നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ടാവും. കാരണം മത്തനിലയൊക്കെ പെട്ടെന്ന് വേവും, ചീരയൊക്കെ പോലെ തന്നെയാണ് വേഗം വേഗം. അപ്പം നമുക്ക് ഇളക്കി നോക്കാം. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഉപ്പൊക്കെ കറക്റ്റാണ്. അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ട്. മത്തനിലയൊക്കെ വെന്തിട്ടുണ്ട്. എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഓപ്പൺ പാനിൽ തന്നെ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. തോരൻ റെഡിയാണ്. ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഈ മത്തനിലത്തോരൻ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായമൊക്കെ പറയണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.